ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. മോഹൻലാൽ നായകനായി എത്തിയ ദൃശ്യം 3യുടെ 18-ാം ദിനം ഞായറാഴ്ച അതിഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് സിനിമയ്ക്ക് ഈ ഒരു ഞായറാഴ്ച കോരിച്ചൊരിയുന്ന പെരുമഴയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതെ, പലപ്പോഴും മഴ കൊണ്ട് പൊറുതിമുട്ടുന്ന ലെവലിൽ തിയേറ്ററുകളിൽ അത് മഴത്തുള്ളി പോലെ ജനങ്ങൾ കയറുന്നു. ഇന്ന് 75,000-ഓളം ടിക്കറ്റുകളാണ് ഇതിനോടകം തന്നെ വിറ്റുപോയിരിക്കുന്നത്. ഇന്നലെ 1,10,00,000 രൂപ 12 ലക്ഷം രൂപയാണ് ട്രാക്കിങ്ങിലൂടെ വന്നത്. അതായത് 1,15 കോടിക്ക് മുകളിലാണെങ്കിൽ ഇന്ന് ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത്, അതായത് വൈകുന്നേരം 8:30 വരെ 1,32,00,000 രൂപയാണ്. 1,45,00,000 രൂപയ്ക്ക് മുകളിലായിരിക്കാം ഇന്നത്തെ ട്രാക്ഡ് കളക്ഷൻ തന്നെ വരുന്നത്. അതായത് സിനിമയ്ക്ക് ഇന്ന് ഏകദേശം 1,70,00,000 രൂപ, അതായത് 1,60,70,00,000 രൂപയായിരിക്കാം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വരുന്നത്. ഇതിനോടകം തന്നെ 230 കോടി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയ ചിത്രം ഇന്നത്തോടെ 233 കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. എന്തായാലും അതിഗംഭീരമായിട്ടുള്ള ഒരു ഞായറാഴ്ചയാണ് ലാലേട്ടൻ്റെ ഈ ഒരു ചിത്രത്തിന് ലഭിച്ചിരിക്കുന്ന. ഇത്ര മഴയത്തും ഇത്രത്തോളം ജനങ്ങൾ കാണണമെങ്കിൽ ഒറ്റപ്പേരേ ഉള്ളൂ, മോഹൻലാൽ എന്നുള്ള ആ ഒരൊറ്റ ബ്രാൻഡിൻ്റെ പുറത്ത് തന്നെയാണ് ഇത്രയും തിരക്ക് നമുക്ക് കാണുന്നത്. 18-ാം ദിനത്തിനും ഏകദേശം 50 ലക്ഷത്തിന് മുകളിലുള്ള ആളുകൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ടിക്കറ്റ് എടുക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. വേൾഡ് വൈഡ് 230 തൂക്കി ഈ സിനിമ കുതിച്ചു പായുകയാണ്. വരുന്ന വാരത്തോടെ സിനിമ 240 കോടിയിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇനിയും നമുക്കറിയാം ഒരുപാട് റിലീസുകൾ വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ വരാനുണ്ട്. പ്രത്യേകിച്ച് മഴ, സ്കൂൾ തുറന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നിൽക്കുമ്പോഴും മോഹൻലാലിൻ്റെ ഈ ഒരു സിനിമ സ്റ്റഡി കളക്ഷനോടെ മുന്നോട്ട് പോവുകയാണ്. 200 കോടിയും കടന്ന് 225 കടന്ന് ഇപ്പോൾ 230 കോടിയും കടന്ന് 240 കോടിയിലേക്ക് എത്താനുള്ള പുറപ്പാടിലാണ് ഈ ചിത്രം. അപ്പോൾ ഇന്ന് ഈ ഒരു സിനിമ ഈ ഒരു പെരുമഴയത്ത് കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കൊരു ക്ലാപ്പുണ്ട്. ഒപ്പം നിങ്ങൾക്ക് ആ സിനിമ ഇഷ്ടമായോ, നിങ്ങൾ ആ സിനിമയുടെ കാര്യങ്ങളുമൊക്കെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻസിലൂടെ പറയാം. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.